വരുവിൻ വരുവിൻ അൾത്താരമുൻപിൽ ബലിയർപ്പിക്കാൻ വരുവിൻ. വരുവിൻ വരുവിൻ അൾത്താരമുൻപിൽ ബലിയർപ്പിക്കാൻ വരുവിൻ. ഒന്നായി നമ്മൾ ഒരു മനസ്സോടെ സ്നേഹപിതാവിനു ബലിയർപ്പിക്കാം. ഒന്നായി നമ്മൾ ഒരു മനസ്സോടെ സ്നേഹപിതാവിനു ബലിയർപ്പിക്കാം. വരുവിൻ വരുവിൻ അൾത്താരമുൻപിൽ ബലിയർപ്പിക്കാൻ വരുവിൻ. വരുവിൻ വരുവിൻ അൾത്താരമുൻപിൽ ബലിയർപ്പിക്കാൻ വരുവിൻ. ഒന്നായി നമ്മൾ ഒരു മനസ്സോടെ സ്നേഹപിതാവിനു ബലിയർപ്പിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോടുകൂടെ യേശുക്രിസ്തുവിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, ഇന്നേ ദിവസം യേശുവിൻ്റെയും മറിയത്തിൻ്റെയും ഔസേപ്പിൻ്റെയും തിരുകുടുംബത്തിൻ്റെ തിരുനാൾ നമ്മൾ ആഘോഷിക്കുകയാണ്. തിരുകുടുംബ തിരുനാൾ എന്ന് നമ്മൾ പറയും. പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെയും മറിയത്തിൻ്റെയും ജോസഫിൻ്റെയും അടങ്ങുന്ന ഈ തിരുകുടുംബം നമ്മളെ പഠിപ്പിക്കുന്നത് എങ്ങനെയാണ് ദൈവഹിതം നിറവേറ്റിക്കൊണ്ട് ഒരുവൻ തൻ്റെ പിതാവായി മാറേണ്ടതെന്നും മാതാവായി മാറേണ്ടതെന്നും മക്കളായി മാറേണ്ടത് എന്നും ഒക്കെയാണ്. ഈ തിരുകുടുംബത്തിൻ്റെ തിരുനാൾ നമ്മൾ ആഘോഷിക്കുമ്പോൾ നമുക്ക് നമ്മുടെ തന്നെ കുടുംബങ്ങളെ കർത്താവിൻ്റെ രക്ഷയേകുന്ന ഈ ബലിപീഠത്തെങ്കിലേക്ക് സമർപ്പിക്കാം. പരസ്നേഹത്തിൻ്റെയും അതുപോലെ തന്നെ ത്യാഗത്തിൻ്റെയും ഒക്കെ ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു തിരുകുടുംബത്തിൻ്റെതെങ്കിൽ ആ കുടുംബത്തിൻ്റെ മാതൃക പിഞ്ചെന്നുകൊണ്ട് നമ്മുടെ കുടുംബങ്ങളിലും സ്നേഹത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും തീഷ്ണമായിട്ടുള്ള ദൈവിക പങ്കാളിത്തത്താൽ നിറയപ്പെടുവാനുള്ള കൃപയ്ക്കായിട്ട് പ്രാർത്ഥിക്കാം. ഒപ്പം തന്നെ ഇന്ന് ഈ വിശുദ്ധ ബലി അർപ്പിക്കുമ്പോൾ അവിടുത്തെ തിരുകുടുംബമാകുന്ന സ്വർഗത്തിലേക്ക് എത്തിച്ചേരുവാനായിട്ട് നമ്മളെ ക്ഷണിക്കുന്ന ഈ കുദാശയിലൂടെ ക്ഷണിക്കുന്ന ആ യേശുവിനെ സ്വീകരിക്കുവാനായിട്ട് തക്കതായ യോഗ്യതയോടുകൂടി ആയിരിക്കുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം തന്നെ ചെയ്തു പോയ പാപങ്ങളെ ഓർത്ത് മനസ്തപിക്കുകയും ചെയ്യാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തുപോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവനിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയേണമേ, കർത്താവേ കനിയേണമേ, ക്രിസ്തുവേ കനിയേണമേ, ക്രിസ്തുവേ കനിയേണമേ, കർത്താവേ കനിയേണമേ, കർത്താവേ കനിയേണമേ.
അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളോർക്ക് ശാന്തിയുമേ. അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങയെ ഞങ്ങൾ പുകഴ്ത്തുന്നു, ആരാധിച്ചങ്ങയെ വാഴ്ത്തുന്നു, ദിവ്യമഹിമകൾ പാടുന്നു. അങ്ങേ മഹാമഹിമയ്ക്കിതാ നന്ദി ചൊല്ലുന്നീവർ താഴ്മയാ. ദൈവമേ കർത്താവാമങ്ങയെ വാഴ്ത്തുന്നു സ്വർലോക രാജനേ. സർവൈക ശക്തനാം ദൈവമേ, താതനാം അങ്ങയെ വാഴ്ത്തുന്നു, ഏകാത്മജാദേവസൂനുവേ, കർത്താവാം ശ്രീയേശു ക്രിസ്തുവേ. ദൈവമേ കർത്താവാം അങ്ങയെ വാഴ്ത്തുന്നു, ദൈവത്തിൻ കുഞ്ഞാടേ, താതനാം ദൈവത്തിൻ സൂനുവേ, അങ്ങയെ വാഴ്ത്തി സ്തുതിക്കുന്നു. ലോകത്തിൻ പാപനീഹന്താവേ, കാരുണ്യം തൂകണേ ഞങ്ങളിൽ. ലോകത്തിൻ പാപനീഹന്താവേ, ഞങ്ങൾ തൻ പ്രാർത്ഥന കേൾക്കണേ. നിത്യപിതാവിൻ്റെ പാർശ്വത്തിൽ നേർവലം ഭാഗത്തിരുന്നിടും ഞങ്ങൾ തൻ രക്ഷകനേശുവേ, കാരുണ്യം തൂകണേ ഞങ്ങളിൽ. സത്യസ്വരൂപൻ പിതാവു തൻ നിത്യമഹിമാവിൻ തേജസ്സിൽ, പാവനാത്മാവു തൻ ഐക്യത്തിൽ വാഴുന്ന ക്രിസ്തുവ യേശുവേ, അങ്ങു മാത്രം പരിപാവനൻ, അങ്ങു താനേകനാഥനും, അങ്ങു മാത്രം പരമോന്നതൻ, ത്രിത്വൈക ദൈവ മഹത്വത്തിൽ. നമുക്ക് പ്രാർത്ഥിക്കാം. തിരുകുടുംബത്തിൻ്റെ ഉത്തമ മാതൃക ഞങ്ങൾക്ക് നൽകുവാൻ തിരുമനസ്സായ ദൈവമേ, കുടുംബ സുഹൃതങ്ങളിലും സ്നേഹശൃംഖലകളിലും അവരെ പിൻചെന്ന് അങ്ങേ ഭവനത്തിൻ്റെ സന്തോഷത്തിൽ നിത്യസമ്മാനം അനുഭവിക്കുവാൻ കാരുണ്യപൂർവ്വം ഇടയാക്കണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. പ്രഭാഷകന്റെ പുസ്തകത്തിൽ നിന്ന്, മക്കൾ പിതാവിനെ ബഹുമാനിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. അവിടുന്ന് പുത്രന്മാരുടെ മേൽ അമ്മയ്ക്കുള്ള അവകാശം ഉറപ്പിച്ചിരിക്കുന്നു.
പിതാവിനെ ബഹുമാനിക്കുന്നവൻ തൻ്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം ചെയ്യുന്നു. അമ്മയെ മഹത്വപ്പെടുത്തുന്നവൻ നിക്ഷേപം കൂട്ടിവെക്കുന്നു. പിതാവിനെ ബഹുമാനിക്കുന്നവനെ അവൻ്റെ മക്കൾ സന്തോഷിപ്പിക്കും. അവൻ്റെ പ്രാർത്ഥന കർത്താവ് കേൾക്കും. പിതാവിനെ ബഹുമാനിക്കുന്നവൻ ദീർഘകാലം ജീവിക്കും. കർത്താവിനെ അനുസരിക്കുന്നവൻ തൻ്റെ അമ്മയെ സന്തോഷിപ്പിക്കുന്നു. മകനെ, പിതാവിനെ വാർദ്ധക്യത്തിൽ സഹായിക്കുക. മരിക്കുന്നതുവരെ അവന് ദുഃഖമുണ്ടാക്കരുത്. അവന് അറിവ് കുറവാണെങ്കിലും സഹിഷ്ണുത കാണിക്കുക. നീ എത്ര ബലവാനാണെങ്കിലും അവനെ നിന്ദിക്കരുത്. പിതാവിനോട് കരുണ കാണിക്കുന്ന കാരുണ്യം വിസ്മരിക്കപ്പെടുകയില്ല. പാപങ്ങളുടെ കടം അവിടെ വീട്ടുന്നതിന് അത് ഉപകരിക്കും. കഷ്ടതയുടെ ദിനത്തിൽ അത് നിനക്ക് കാരുണ്യത്തിനായി ഭവിക്കും. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ വഴികളിൽ നടക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ. കർത്താവിനെ ഭയപ്പെടുകയും കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ വഴികളിൽ നടക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ. ഭാഗ്യവാൻ. കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ വഴികളിൽ നടക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ. നിന്റെ അധ്വാന ഫലം നീ അനുഭവിക്കും. നീ സന്തുഷ്ടനായിരിക്കും. നിനക്ക് നന്മ വരും. കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ വഴികളിൽ നടക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ. നിന്റെ ഭാര്യ ഭവനത്തിൽ ഫലസമൃദ്ധമായ മുന്തിരി പോലെയായിരിക്കും. നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെയും. കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ വഴികളിൽ നടക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ. കർത്താവിൻ്റെ ഭക്തർ ഇപ്രകാരം അനുഗ്രഹീതരാകും. കർത്താവ് സിയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കട്ടെ. നിന്റെ ആയുഷ്കാലം അത്രയും നീ ജെറുസലേമിൻ്റെ ഐശ്വര്യം കാണും. കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ വഴികളിൽ നടക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊളോസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന് 3-ാം അധ്യായം 12 മുതൽ 21 വരെയുള്ള വചനങ്ങൾ. സഹോദരരെ, ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരും വാത്സല്യഭാജനങ്ങളും പരിശുദ്ധരുമെന്ന നിലയിൽ നിങ്ങൾ കാരുണ്യം, ദയ, വിനയം, സൗമ്യത, ക്ഷമ എന്നിവ ധരിക്കുവിൻ. ഒരാൾക്ക് മറ്റൊരാളോട് പരിഭവമുണ്ടായാൽ പരസ്പരം ക്ഷമിച്ച് സഹിഷ്ണുതയോടെ വർദ്ധിക്കുവിൻ. കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും ക്ഷമിക്കണം. സർവോപരി എല്ലാറ്റിനെയും കൂട്ടിയിണക്കി പരിപൂർണമായ ഐക്യത്തിൽ ബന്ധിക്കുന്ന സ്നേഹം പരിശീലിക്കുവിൻ. ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെ ഭരിക്കട്ടെ. ഈ സമാധാനത്തിലേക്കാണ് നിങ്ങൾ ഏകശരീരമായി വിളിക്കപ്പെട്ടത്. അതിനാൽ നിങ്ങൾ കൃതജ്ഞതാനിർഭരായിരിക്കുവിൻ. പരസ്പരം പഠിപ്പിക്കുകയും ഉപദേശിക്കുകയും ചെയ്യുമ്പോഴും കൃതജ്ഞത നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തിന് സങ്കീർത്തനങ്ങളും ഗാനങ്ങളും ആത്മീയഗീതങ്ങളും പാടുമ്പോഴും ക്രിസ്തുവിൻ്റെ വചനം നിങ്ങളിൽ സമൃദ്ധമായി വസിക്കട്ടെ. നിങ്ങൾ വാക്കാലോ പ്രവൃത്തിയാലോ എന്തു ചെയ്താലും അതെല്ലാം കർത്താവായ യേശു വഴി പിതാവായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിച്ചുകൊണ്ട് അവൻ്റെ നാമത്തിൽ ചെയ്യുവിൻ. ഭാര്യമാരെ, നിങ്ങൾ കർത്താവിന് യോഗ്യമാം വിധം ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവിൻ. ഭർത്താക്കന്മാരെ, നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കുവിൻ. അവരോട് നിർഭയമായി പെരുമാറരുത്. കുട്ടികളെ, എല്ലാ കാര്യങ്ങളിലും നിങ്ങളുടെ മാതാപിതാക്കന്മാരെ അനുസരിക്കുവിൻ. ഇത് കർത്താവിന് പ്രീതികരമത്രേ. പിതാക്കന്മാരെ, നിങ്ങളുടെ കുട്ടികളെ പ്രകോപിപ്പിക്കരുത്. പ്രകോപിപ്പിച്ചാൽ അവർ നിരുന്മേഷരാകും. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെ ഭരിക്കട്ടെ. ക്രിസ്തുവിൻ്റെ വചനം നിങ്ങളിൽ സമർത്ഥമായി വസിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോടുകൂടെ.
അങ്ങേ ആത്മാവോടും കൂടെ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം എന്നുള്ള വായന. കർത്താവെ, അങ്ങേക്ക് മഹത്വം. പൗരസ്ത്യ ദേശത്തിൽ നിന്ന് വന്ന 3 ജ്ഞാനികൾ പോയി കഴിഞ്ഞപ്പോൾ കർത്താവിൻ്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് ജോസഫിനോട് പറഞ്ഞു, എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും കൂട്ടി ഈജിപ്തിലേക്ക് പലായനം ചെയ്യുക. ഞാൻ പറയുന്നത് വരെ അവിടെ താമസിക്കുക. ഹെറോദോസ് ശിശുവിനെ വധിക്കുവാൻ വേണ്ടി ഉടനെ അന്വേഷണം തുടങ്ങാം. അവൻ ഉണർന്ന് ശിശുവിനെയും അമ്മയെയും കൂട്ടി ആ രാത്രിയിൽ തന്നെ ഈജിപ്തിലേക്ക് പോയി. ഹെറോദോസിൻ്റെ മരണം വരെ അവിടെ താമസിച്ചു. ഈജിപ്തിൽ നിന്നും ഞാൻ എൻ്റെ പുത്രനെ വിളിച്ചു എന്ന പ്രവാചകനിലൂടെ കർത്താവ് അരുൾ ചെയ്തത് പൂർത്തിയാകുവാനാണ് ഇത് സംഭവിച്ചത്. ഹെറോദോസിൻ്റെ മരണത്തിന് ശേഷം ഈജിപ്തിൽ വച്ച് കർത്താവിൻ്റെ ദൂതൻ ജോസഫിന് സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും കൂട്ടി ഇസ്രായേൽ ദേശത്തേക്ക് മടങ്ങുക. ശിശുവിനെ വധിക്കുവാൻ ശ്രമിച്ചവർ മരിച്ചു കഴിഞ്ഞു. അവൻ എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും കൂട്ടി ഇസ്രായേൽ ദേശത്തേക്ക് പുറപ്പെട്ടു. സ്വപ്നത്തിൽ ലഭിച്ച മുന്നറിയിപ്പ് അനുസരിച്ച് അവൻ ഗലീലി പ്രദേശത്തേക്ക് പോയി. അവൻ നസ്രായൻ എന്ന് വിളിക്കപ്പെടും എന്ന പ്രവാചകൻ വഴി അരുൾ ചെയ്യപ്പെട്ടത് നിവൃത്തിയാകുവാനാണ് നസ്രത്ത് എന്ന പട്ടണത്തിൽ അവൻ വന്ന് ചേർന്ന് പാർത്തത്. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. യേശു ക്രിസ്തുവിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, നിങ്ങൾക്കെല്ലാവർക്കും തിരുകുടുംബത്തിൻ്റെ തിരുനാൾ ആശംസകൾ നേരുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം തിരുകുടുംബത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമുക്ക് നൽകപ്പെടുന്ന സന്ദേശം വലിയ അർത്ഥവക്തമായിട്ടുള്ള സന്ദേശങ്ങളാണ്. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ സുവിശേഷത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് അതുതന്നെയാണ്. ഇന്നത്തെ സുവിശേഷത്തിൽ 2 തവണയാണ് ദൈവത്തിൻ്റെ ദൂതൻ ജോസഫിന് പ്രത്യക്ഷപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് എഴുതപ്പെട്ടിരിക്കുന്നത്. ആകെ ദൈവത്തിൻ്റെ ദൂതൻ ഔസേ പിതാവിന് 3 തവണയാണ് പ്രത്യക്ഷപ്പെടുന്നത്. അതിൽ ആദ്യത്തേത് പ്രത്യക്ഷപ്പെട്ടത് നമ്മൾ കഴിഞ്ഞ ഞായറാഴ്ച വായിച്ചു കഴിഞ്ഞു. അതായത് രഹസ്യത്തിൽ തൻ്റെ ഭാര്യയെ ഉപേക്ഷിക്കുവാനായിട്ട് തയ്യാറായിരിക്കുന്ന, അല്ലെങ്കിൽ അങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ജോസഫിൻ്റെ അടുത്തേക്കാണ് സ്വപ്നത്തിൽ ദൈവദൂതൻ പ്രത്യക്ഷപ്പെട്ടത്. എന്നിട്ട് അവളെ സ്വീകരിക്കുവാനായിട്ട് പറയുന്നു. അവൻ അത് ചെയ്തു. ഇനി രണ്ടാമതായിട്ട് നമുക്ക് കാണുന്നത് ഇന്നത്തെ സുവിശേഷത്തിൽ ആദ്യ ഭാഗത്തിൽ നമ്മൾ വായിച്ചു കേട്ടതാണ്. സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പറയുകയാണ്, നീ ശിശുവിനെയും അമ്മയും കൂട്ടി ഈജിപ്തിലേക്ക് പലായനം ചെയ്യുക എന്ന്. അവന് അത് തന്നെ ചെയ്യുന്നു. വീണ്ടും മൂന്നാമതായിട്ട് അവന് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പറയുന്നത്, നീ ശിശുവിനെയും അമ്മയും കൂട്ടി ഇസ്രായേൽ ദേശത്തേക്ക് മടങ്ങുക എന്ന്. പ്രിയപ്പെട്ടവരെ, ഈ 3 കാര്യവും ഔസേപ്പിനെ സംബന്ധിച്ചിടത്തോളം, ജോസഫിനെ സംബന്ധിച്ചിടത്തോളം ഒട്ടും ഈസി ആയിട്ടുള്ള അല്ലെങ്കിൽ എളുപ്പമായിട്ടുള്ള കാര്യമല്ലായിരുന്നു. കാരണം ആദ്യം തന്നെ ഒരു ഭാര്യ തന്നിലൂടെ അല്ലാതെ ഗർഭിണിയായി എന്ന് കേട്ടപ്പോൾ അവളെ സാധാരണ ഒരു പുരുഷൻ ചെയ്യുന്നത് പോലെ തന്നെ അവളെ ഉപേക്ഷിക്കുവാൻ തയ്യാറാകുമ്പോൾ അവളെ സ്വീകരിക്കുക എന്ന് ദൈവത്തിൻ്റെ ദൂതൻ അവനോട് പറയുന്നു. അതായത് ലോകത്തിൻ്റെ ആയിട്ടുള്ള കാഴ്ചപ്പാടിൽ തികച്ചും വിപരീതമായിട്ടുള്ള ഒരു കാര്യമാണ് ജോസഫിനോട് പറയുവാനായിട്ട് ദൈവദൂതൻ അയക്കപ്പെട്ടത്. രണ്ടാമതായിട്ട് താൻ ജനിച്ച് വളർന്ന് തനിക്ക് ഏറ്റവും അടുപ്പമുള്ള ബന്ധമുള്ള ജനത്തിൽ നിന്നും അകന്നു പോകുക, ദൂരദേശത്തേക്ക് അകന്നു പോകുക എന്നുള്ളതാണ് ജോസഫിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രയാസമുള്ള കാര്യം തന്നെയാണ്. മൂന്നാമത് അവൻ ചെന്നയിടം അവിടെ സെറ്റിലായി അവൻ ജീവിച്ചു പോകുമ്പോൾ വീണ്ടും സ്വന്തം ദേശത്തേക്ക് പോവുക എന്ന് പറയുന്നു. മാനുഷികമായി പറയുമ്പോൾ ഈ 3 കാര്യങ്ങളും അത്ര എളുപ്പമൊന്നുമല്ല.
ഇനി മറിയത്തെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെങ്കിൽ ഒരു തവണ ദൈവത്തിൻ്റെ ദൂതൻ അവൾക്ക് പ്രത്യക്ഷനാകുന്നു. ദൈവത്തിൻ്റെ വചനം അവൾക്ക് കൊടുക്കുന്നു. ആ വചനം സ്വീകരിക്കുവാനായിട്ട് അവൾ ഒരുങ്ങുന്നു. അപ്പോൾ ആ വചനം സ്വീകരിക്കുക എന്ന് പറയുന്നത് വളരെ കഠിനമായിട്ടുള്ള കാര്യമായിരുന്നു. മാനുഷികമായ ബുദ്ധിയിൽ ഒട്ടും സ്വീകാര്യമല്ലാത്ത ഒരു കാര്യമായിരുന്നു. എന്നിരുന്നാലും അവളത് സ്വീകരിച്ചു. പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടാണ് യേശുവിൻ്റെയും മറിയത്തിൻ്റെയും ജോസഫിൻ്റെയും കുടുംബം തിരുകുടുംബമായി മാറിയത് എന്ന് നമുക്ക് ഇതിൽ നിന്നും വ്യക്തമാകുന്നു. സാധാരണയല്ല, സാധാരണമായിട്ടുള്ള ദൈവിക കൃപ നിറയപ്പെട്ട ഒരു കുടുംബമായിരുന്നു, ഒരു ദമ്പതികളായിരുന്നു ജോസഫും മറിയവും. കാരണം ലോകത്തിൻ്റെ ആയിട്ടുള്ള രീതിയിൽ ചിന്തിക്കാതെ, മറിച്ചോ ദൈവം തങ്ങൾക്ക് നൽകിയ സന്ദേശങ്ങളെ, വചനങ്ങളെ, അവയെ സ്വീകരിച്ചു. ഒപ്പം തന്നെ അവർ മാനുഷികമായിട്ടുള്ള അതിൻ്റെ പരിണിത ഫലങ്ങൾ അവർ ചിന്തിച്ചില്ല എന്നല്ല, മറിച്ചു അതിനേക്കാളും ഉപരിയായിട്ട് ദൈവത്തിൻ്റെ വചനം പാലിക്കുന്നതിലാണ്, ദൈവത്തിന് വേണ്ടി നിലകൊള്ളുന്നതിലാണ് അവർ ആശ്രയിച്ചത്, അല്ലെങ്കിൽ അവർ അതിനു വേണ്ടിയിട്ടാണ് പ്രയത്നിച്ചത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബങ്ങളും തിരുകുടുംബങ്ങളായി മാറണമെങ്കിൽ മനുഷ്യരുടെ രീതിയിലല്ല, അല്ലെങ്കിൽ മാനുഷികമായിട്ട് ചിന്തിച്ചുകൊണ്ട് മാനുഷികമായിട്ടുള്ള ഒരു ഫലം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാനായിട്ടല്ല, അല്ലെങ്കിൽ മാനുഷികമായിട്ടുള്ള ഒരു നിലനിൽപ്പ് ഉണ്ടാകുവാനായിട്ടല്ല, മറിച്ചു നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ വ്യക്തിത്വങ്ങളിൽ ദൈവികമായിട്ടുള്ള ഒരു നിലനിൽപ്പ്, ഒരു ദൈവികമായിട്ടുള്ള ഒരു വ്യക്തിത്വം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടതുണ്ട് എന്നാണ്. അതിൽ ലോകം നിങ്ങളെ തെറ്റിദ്ധരിച്ചേക്കാം, ലോകം നിങ്ങളെ തള്ളിക്കളഞ്ഞേക്കാം. പക്ഷേ നിന്റെ കുടുംബം തിരുകുടുംബമായി മാറണമെങ്കിൽ ദൈവവചനത്തോട് എത്രമാത്രം ചേർന്ന് നിൽക്കുന്നു എന്നുള്ളതാണ്. ദൈവവചനത്തോട് എത്രമാത്രം സത്യസന്ധത കൂറ് പുലർത്തുന്നു എന്നുള്ളതാണ്. അതിൻ്റെ പരിണതഫലമായിട്ടാണ് നിന്റെ കുടുംബം ദൈവികമായിട്ടുള്ള ഒരു തിരുകുടുംബമായി മാറുന്നതോ അല്ലെങ്കിൽ പൈശാചികമായിട്ടുള്ള കുടുംബമായി മാറുന്നതോ. ഇനി മറിയത്തിനും ജോസഫിനും തുടരെ ഈ സന്ദേശങ്ങൾ ലഭിച്ചപ്പോൾ അവയെ ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വചനം പോലെ നിറവേറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മറിയം സ്വീകരിച്ചു. ജോസഫ് തികച്ചും മൗനമായിട്ട് അത് പാലിച്ചു. ഒപ്പം തന്നെ പ്രിയപ്പെട്ടവരെ, നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ആ തിരുകുടുംബത്തിൻ്റെ അവളുടെ തിരു ഉദരത്തിൽ പിറന്നവനായ യേശു ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിനും മാതാപിതാക്കൾക്കും സ്വീകാര്യമായിട്ടുള്ള ഒരു ജീവിതമാണ് കാഴ്ചവെച്ചത് എന്ന് നമ്മൾ വചനത്തിൽ പഠിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇനി പിതാവായ ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റപ്പെടുന്ന ഒരു ബന്ധങ്ങളാണ് ഈ തിരുകുടുംബത്തിൽ ഉണ്ടായത്. കാരണം ലോകത്തിൻ്റെതല്ല. കാരണം ദൈവം പറഞ്ഞ വചനം തന്നിലൂടെ പൂർത്തീകരിക്കുവാനായിട്ട് മറിയം ശ്രമിച്ചപ്പോൾ അത് തന്നെ ജോസഫും ശ്രമിച്ചു. ദൈവം സ്വപ്നത്തിൽ തന്നോട് ദൈവദൂതൻ പറഞ്ഞത് അതേപടി അനുസരിച്ചു. ഇനി ഇവരുടെ അനുസരണയിൽ പുത്രൻ ജനിക്കുന്നു. പുത്രനും ദൈവത്തിനും മാതാപിതാക്കളും ഇണങ്ങിയ രീതിയിൽ ജീവിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ ലോക ജീവിതത്തിലെ കുടുംബങ്ങൾക്ക് തകർച്ചയ്ക്ക് കാരണമായിട്ടുള്ളത് നമ്മുടെ കുടുംബങ്ങളിൽ നമ്മൾ എത്രമാത്രം ദൈവഹിതത്തിന്, ദൈവവചനത്തിന് പ്രാധാന്യം കൊടുക്കുന്നു എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ ദൂതൻ സ്വപ്നത്തിലായാലും അല്ലാതെ ആയാലും അവർക്ക് പ്രത്യക്ഷപ്പെട്ടപ്പോൾ അവരത് സ്വീകരിച്ചതുപോലെ ഇന്നുകളിലെ നമ്മുടെ ജീവിതത്തിൽ ദൈവവചനങ്ങൾ നമുക്ക് നൽകപ്പെടുന്നത് ബൈബിളിലൂടെയാണ്, തിരുവചനങ്ങളിലൂടെയാണ്. ആ ദൈവത്തിൻ്റെ വചനം എത്രമാത്രം പ്രാധാന്യം കൊടുത്തുകൊണ്ട് നീ ജീവിക്കുന്നുവോ അത്രമാത്രം നിന്റെ കുടുംബം വിശുദ്ധീകരിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. നിന്റെ കുടുംബം തിരുകുടുംബമായി മാറുകയാണ് ചെയ്യുന്നത്. ആയതിനാൽ പ്രിയപ്പെട്ടവരെ, ഈ തിരുനാളിൻ്റെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നതിനോടൊപ്പം നമുക്ക് പ്രാർത്ഥിക്കാം. അതായത് തിരുകുടുംബത്തെ പോലെ നമ്മുടെ കുടുംബവുമായി മാറണമെങ്കിൽ ദൈവഹിതം മനസ്സിലാക്കുകയും ദൈവഹിതം മനസ്സിലാക്കിക്കൊണ്ട് അത് ജീവിതത്തിലൂടെ പ്രാവർത്തികമാക്കുകയും ചെയ്യാനുള്ള കൃപയ്ക്കായിട്ട് ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.
നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് നമ്മുടെ വിശ്വാസം പ്രകടമാക്കിക്കൊണ്ടേറ്റ് പാടാം. ഏകനാം ദൈവത്തിൽ വിശ്വസിക്കുന്നേ, ആകാശത്തിൻ്റെയും ഭൂമിയുടെയും ദൃശ്യാദൃശ്യങ്ങള എല്ലാറ്റിൻ്റെയും സൃഷ്ടാവും സർവൈക ശക്തനുമായ ദൈവപിതാവിൽ ഞാൻ വിശ്വസിക്കുന്നേ. എല്ലാ യുഗങ്ങൾക്കു മുൻപു പിതാവിൽ നിന്നു ജനിച്ചൊരു ദൈവസുതനും ഏകനാജാതനും നാഥനുമായ ക്രിസ്തുവാമീശോയിൽ വിശ്വസിക്കുന്നേ. ദൈവത്തിൽ നിന്നുള്ള ദൈവമാണെന്നും ദീപ്തിയിൽ നിന്നുള്ള ദീപ്തിയാണെന്നും സത്യദൈവം തന്നിൽ നിന്നുള്ള സാക്ഷാൽ ദൈവമാണെന്നും ഞാൻ വിശ്വസിക്കുന്നേ. ജാതനാണെങ്കിലും സൃഷ്ടനല്ലെന്നും സത്തയിൽ താതനോടേകനാണെന്നും സർവവും താൻ വഴി സൃഷ്ടമായെന്നും സന്തതം ഞാനേവം വിശ്വസിക്കുന്നേ. നമ്മൾക്കും നമ്മൾ തൻ രക്ഷയ്ക്കും വേണ്ടി സ്വർഗത്തിൽ നിന്നും ഇറങ്ങി പാരി കന്യാമറിയത്തിൽ നിന്നൂറുഹായ ധന്യശരീരമെടുത്തു നരനായി പന്തിയോസ് പീലാത്തോസ് വാണിടും നാളിൽ നമ്മൾക്കായി ഘോരമാം പീഡകളേറ്റു ക്രൂശിൽ മരിച്ചു സംസ്കാരവുമാർന്നു വിശ്വസിക്കുന്നേ ഈ സത്യങ്ങളെല്ലാം. മുന്നം ലിഖിതങ്ങൾ ചൊന്നതുപോലെ മൂന്നാം ദിവസം ഉയിർത്തെഴുന്നേറ്റു സ്വർഗത്തിലേറി ഇരുന്നരുളുന്നു പിതാവിൻ വലം പാർശ്വത്തിലായി. ജീവിപ്പോരെയും മരിച്ചവരെയും ന്യായം വിധിപ്പാൻ പ്രതാപങ്ങളോടെ വീണ്ടും വരും അന്തമില്ലാത്തതാണ് തൻ വാഴ്ച എന്നതും വിശ്വസിക്കുന്നേ. താതനിൽ നിന്നും തനയനിൽ നിന്നും ചെമ്മേ പുറപ്പെടും പാവനാത്മാവിൽ താതനും ജാതനും ഒന്നിച്ചു നിത്യം സുസ്ഥ്യനും പൂജ്യനും ആകും റൂഹായി. വേദപ്രവാചകൻ മാർവഴിയല്ല നമ്മോടരുൾ ചെയ്ത ജീവദാതാവും കർത്താവുമായുള്ള പാവനാത്മാവിൽ ഏറ്റം ഉറപ്പായി വിശ്വസിക്കുന്നേ. വിശ്വസിക്കുന്നു ഞാൻ ഏകവിശുദ്ധ കാത്തോലിക്ക അപ്പോസ്തോലിക്ക സഭയിൽ പാപവിമോചനം ഏകുന്നോരേക ജ്ഞാനസ്നാനം
ഭക്ത്യാ പ്രഖ്യാപിക്കുന്നേ. മൃത്യു വരിച്ചവർ ഉള്ളൊരു ഈർപ്പും നിത്യ പരലോക ജീവിതവും ഞാൻ വിശ്വസിച്ചേറ്റം ഉറപ്പായിഹത്തിൽ പ്രത്യാശയോടിത കാത്തിരിക്കുന്നേ. ആ ആ ആ പ്രിയ സഹോദരേ, നമ്മുടെ രക്ഷകനായ ദൈവത്തിൻ്റെ നന്മയും മനുഷ്യപ്രകൃതിയും പ്രത്യക്ഷമാകുന്ന ഈ കാലയളവിൽ നമ്മുടെ സത്പ്രവൃത്തികളിലല്ല, മറിച്ച് അവിടുത്തെ കരുണയിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മുടെ ദൈവത്തിന് യാചനാ പ്രാർത്ഥനകൾ സമർപ്പിക്കാം. അനുഗ്രഹദാതാവായ ദൈവമേ, തിരുസഭയെ നയിക്കുന്ന ലയോ 14 പാപ്പയെയും ഞങ്ങളുടെ രൂപതാധ്യക്ഷൻ ജെയിംസ് പിതാവിനെയും എല്ലാ മെത്രാന്മാരെയും വൈദികരെയും സന്യസ്തരെയും ഏറെ പ്രത്യേകിച്ച് ഇന്ന് ഞങ്ങൾക്കായി സ്നേഹത്തിൻ്റെ ഈ ബലിയർപ്പിക്കുന്ന ജോഷിയച്ചനെയും സമർപ്പിക്കുന്നു. ദൈവിക ശുശ്രൂഷകളിൽ കൂടുതൽ തീഷ്ണതയോടെ മുന്നേറുവാനുള്ള അനുഗ്രഹം നൽകണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്നേഹപിതാവേ, നീ സദയം പ്രാർത്ഥന കേൾക്കണമേ. തിരുക്കുടുംബത്തിൻ്റെ തിരുനാൾ ആചരിക്കുന്ന ഈ ധന്യദിനത്തിൽ കുടുംബങ്ങളുടെ പാലകനായ ദൈവമേ, ഞങ്ങളുടെ എല്ലാവരുടെയും കുടുംബങ്ങൾ തിരുക്കുടുംബത്തെ പോലെ എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്ത് പരസ്പരം സ്നേഹത്തിൽ ഒന്നായി ജീവിക്കുവാനും പരസ്പരം ശക്തിപ്പെടുത്തി മനസ്സിലാക്കി ആദരിച്ച് ദൈവത്തിൽ ആശ്രയിച്ച് മുന്നേറുവാനുമുള്ള കൃപയേകണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്നേഹപിതാവേ, നീ സദയം പ്രാർത്ഥന കേൾക്കണമേ. കരുണാനിധിയായ ദൈവമേ, ഒരു പുതുയുഗ പിറവിക്കായി കാത്തിരിക്കുന്ന ഞങ്ങളെ സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും വാഹകരാക്കി മാറ്റണമേ. വരും പുതുവർഷത്തിൽ സഭയ്ക്കും സമൂഹത്തിനും കുടുംബത്തിനും യോജിച്ച വിധത്തിൽ പരസ്പര സഹോദര സ്നേഹത്തിൽ വളരുവാനുള്ള കൃപ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്നേഹപിതാവേ, നീ സദയം പ്രാർത്ഥന കേൾക്കണമേ. വാത്സല്യനിധിയായ ദൈവമേ, ദൈവ തിരുമനസ്സിന് കീഴ്വഴങ്ങിയ തിരുക്കുടുംബത്തോട് ചേർന്നുകൊണ്ട് രോഗത്താലും പട്ടിണിയാലും ദുരിതമനുഭവിക്കുന്ന മക്കളെ സമർപ്പിക്കുന്നു. അവിടുത്തെ തൃക്കരം നീട്ടി അവരെ ആശ്വസിപ്പിക്കണമേ. അവരുടെ കഷ്ടപ്പാടിൽ രോഗാവസ്ഥയിൽ അങ്ങേ തിരുമുഖം കണ്ട് ദൈവ തിരുമനസ്സിന് കീഴ്പ്പെടുവാൻ കൃപയകണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്നേഹപിതാവേ, നീ സദയം പ്രാർത്ഥന കേൾക്കണമേ. ജീവനും പുനരുത്ഥാനവും ഞാനാകുന്നു എന്നരുളിയ ദിവ്യനാഥ, ഞങ്ങളിൽ നിന്ന് ഈ ലോകത്തോട് വിടവാങ്ങിയ എല്ലാ ആത്മാക്കൾക്കും, പ്രത്യേകിച്ച് ആരാലും ഓർക്കുവാനും പ്രാർത്ഥിക്കുവാനുമില്ലാത്ത ശുദ്ധീകരണത്തിലെ ആത്മാക്കൾക്ക് നിത്യവിശ്രാന്തി നൽകി അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്നേഹപിതാവേ, നീ സദയം പ്രാർത്ഥന കേൾക്കണമേ. ഒരു നിമിഷം മൗനമായി നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള പ്രാർത്ഥനകളും നിയോഗങ്ങളും കർത്താവിൻ്റെ രക്ഷയേകുന്ന ഈ ബലിപീഠത്തെങ്കിലേക്ക് നമുക്ക് സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, നിർമ്മല ഉദരത്തിൽ ദൈവവും മനുഷ്യനുമായവനെ സംവഹിക്കുവാൻ അർഹയായ കന്യകാമറിയം അങ്ങേ വിശ്വാസികളുടെ പ്രാർത്ഥനകൾ അങ്ങേ മുമ്പാകെ സമർപ്പിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു വഴി
ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. ദൈവമേ ബലിയേകുവാൻ സേവനം ചെയ്തിടുവാൻ നീ ക്ഷണിച്ചു ഞങ്ങളെ നിന്റെ പാദ പുൽകുവാൻ. ദൈവമേ ബലിയേകുവാൻ സേവനം ചെയ്തിടുവാൻ നീ ക്ഷണിച്ചു ഞങ്ങളെ നിന്റെ പാദ പുൽകുവാൻ. സ്വീകരിക്കണമീ ബലി സഫലമാക്കണമീ ബലി. സ്വീകരിക്കണമീ ബലി സഫലമാക്കണമീ ബലി. സ്വീകരിക്കണമീ ബലി സഫലമാക്കണമീ ബലി. സ്വീകരിക്കണമീ ബലി സഫലമാക്കണമീ ബലി. സഹോദരന്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവേൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവെ, താഴ്മയോടെ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പരിഹാര ബലി അങ്ങേക്ക് ഞങ്ങൾ അർപ്പിക്കുന്ന കന്യകയായ ദൈവമാതാവിൻ്റെയും വിശുദ്ധ ഔസേപ്പിൻ്റെയും മധ്യസ്ഥ സഹായത്താൽ ഞങ്ങളുടെ കുടുംബങ്ങൾ അങ്ങേ കൃപയിലും സമാധാനത്തിലും സുസ്ഥിരമായി നിലനിർത്തണമേ. ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ ഹൃദയങ്ങൾ ഉയർത്തുവേൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായവുമത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തന് നിത്യനുമായ ദൈവമേ, അങ്ങേ പ്രിയപുത്രനായ യേശു ക്രിസ്തുവിലൂടെ എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. എന്തെന്നാൽ മനുഷ്യ അവതാരം ചെയ്ത വചനത്തിൻ്റെ രഹസ്യം വഴി അങ്ങേ ശോഭയുടെ നവ്യപ്രഭ ഞങ്ങളുടെ മനോനേത്രങ്ങൾക്ക് പ്രകാശിതമായി. അങ്ങനെ ദൃശ്യരൂപത്തിൽ ദൈവത്തെ ഞങ്ങൾ അറിയുമ്പോൾ അതുവഴി അദൃശ്യമായവയുടെ സ്നേഹത്തിലേക്ക് ഞങ്ങൾ ആകൃഷ്ടരാകട്ടെ. ആകയാൽ മാലാകമാരോടും പ്രധാന മാലാകമാരോടും ഭദ്രാസനന്മാരുടെ അതിശയന്മാരോടും സ്വർഗീയ സൈന്യത്തിൻ്റെ എല്ലാ വൃന്ദങ്ങളോടുമൊത്ത് അവിരാമം പ്രകീർത്തിച്ചുകൊണ്ട് അങ്ങേ മഹത്വത്തിൻ്റെ ഗീതം ഞങ്ങൾ ആലപിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സൈന്യങ്ങൾ തൻ കർത്താവാ ദൈവം പരിശുദ്ധൻ. നിരുപമമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും വിണ്ടലവും. ഓസാന ഓസാന അത്യുന്നതങ്ങളിൽ ഹോസാന. ഓസാന ഓസാന അത്യുന്നതങ്ങളിൽ ഓസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാ. ഓസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. ഓസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ,
സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട സ്വമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രം എടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിന്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണോയുയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ലിയോ പാപ്പായോടും ഞങ്ങളുടെ രൂപത അധ്യക്ഷനായ ജെയിംസ് മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങേ സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടുകൂടി നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്താൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളിൽ എല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട ഔസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളെ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങളങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. ആമേൻ. രക്ഷാകരമായ കൽപ്പനകളാൽ ഉത്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവത്കൃതരായും നിർഭയം നമുക്ക് ഏറ്റുപാടാം. സ്വർഗത്തിൽ വാഴും ഞങ്ങൾ കണ്ടാത നിന്നാമം പൂജിതമായിടേണം. വരണം നിൻ രാജ്യം സ്വർഗത്തിലെ പോൽ നിന്നുള്ളം പാരിലുമായിടേണം. അന്നു വേണ്ടുന്നൊരാഹാരമിന്നും ഞങ്ങൾക്കു നൽകുമാറായിടേണം.
അന്യർ തൻ ദ്രോഹം ഞങ്ങൾ ക്ഷമിക്കുമ്പോൾ ഞങ്ങൾ തൻ ദ്രോഹവും നീ ക്ഷമിക്ക. പാപപരീക്ഷയിൽ ഉൾപ്പെടുത്താതെ തിന്മയിൽ നിന്നു നീ കാത്തിടേണം. കർത്താവേ, എല്ലാ തിന്മകളും നീ ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്നങ്ങ് അപ്പോസ്തലന്മാരുടെ അരുളി ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളിലല്ല, പിന്നെ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൻ വാർത്ത അങ്ങേ തിരുവള്ളം അനുസരിച്ച് സഭയ്ക്ക് സമാധാനം ഐക്യം നൽകാൻ കനിയണമേ. എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളണമേ. കർത്താവിന്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നിങ്ങൾ പരസ്പര സമാധാനം ആശംസിക്കുവേൻ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ ഞങ്ങളിൽ കനിയേണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ ഞങ്ങളിൽ കനിയേണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ ഞങ്ങൾക്കു ശാന്തി നൽകേണമേ. കുഞ്ഞാടേ ഞങ്ങൾക്കു ശാന്തി നൽകേണമേ. ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിന്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹിച്ച കർത്താവേ, അങ്ങയുടെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ് ഒരു വാക്ക് ഉച്ചരിച്ചാൽ മാത്രം മതി, എന്റെ ആത്മാവ് സുഖം പ്രാപിക്കും. അരൂപയിലുള്ള ദിവ്യകാരണ സ്വീകരണ പ്രാർത്ഥന. ഓ എൻ്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായി എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയുംകാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യ കൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങ് എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങിൽ നിന്ന് അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. നമ്മുടെ ദൈവം ഭൂമിയിൽ പ്രത്യക്ഷപ്പെടുകയും മനുഷ്യരുടെ സഹവസിക്കുകയും ചെയ്തു. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ പിതാവേ, സ്വർഗീയ കുദാശകളാൽ പരിപോഷിതരായി ഇവരെ തിരുകുടുംബത്തിൻ്റെ മാതൃക നിരന്തരം അനുഗ്രഹിക്കുവാൻ അനുഗ്രഹിക്കണമേ. അങ്ങനെ ഈ ലോക ക്ലേശങ്ങൾക്ക് ശേഷം അവരുടെ നിത്യമായ സഹവാസം ഇവർ പ്രാപിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. കർത്താവ് നിങ്ങളോട് കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. പോകുവിൻ. ദിവ്യ പൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദി. ഈശോ മറിയം
യൗസേപ്പേ, ഈ അപേക്ഷ കൈക്കൊള്ളണമേ. ഈ പ്രാർത്ഥന കേൾക്കണമേ. ഈശോ മറിയം യൗസേപ്പേ, ഈ അപേക്ഷ കൈക്കൊള്ളണമേ. ഈ പ്രാർത്ഥന കേൾക്കണമേ.